അവനത് മാറാൻ പറ. അവിടെ കയറിയിരിക്കുന്നേ അയാളടുത്ത് മാറാൻ പറ. എന്തു പറഞ്ഞപ്പോ വീണ്ടും മേളിലോട്ട് കയറാൻ ഒന്ന് ഇറങ്ങിപ്പോ. എല്ലാരും മാറി പുലിയാന്നേ നമ്മള് പറയുന്നല്ല. എടാ മാറിക്കടാ പോനെ. ഇച്ചിരി താപ്പോട്ട് മാറിയില്ലേ? ഇവിടുന്ന് പിടിച്ച് അപ്പുറത്തോട്ട് കൊണ്ട് വിടരുത്. ഇവിടുത്തെ 2 പട്ടികളുണ്ടായിരുന്നു. ഈ 2 പട്ടികളെയും പുലി പിടിച്ച്. പൊന്നു സാറേ, നന്നായി പോയി ഇതിനെ കൊണ്ടുപോയത്. കുറഞ്ഞു വിട്ട് ഇരിക്കുവായിരുന്നു. കിണറ്റിൽ കുടുങ്ങിയ പുലിയെ വലയിട്ട് പിടികൂടി ഫയർഫോഴ്സും വനംവകുപ്പും. കൊല്ലം പത്തനാപുരം കറവൂരിലായിരുന്നു സംഭവം. ചാങ്ങാപ്പാറ സ്വദേശി ഷീബിയുടെ കിണറ്റിലാണ് പുലി വീണത്. വെള്ളം കോരാനായി ചെന്നപ്പോഴായിരുന്നു പുലി കിണറ്റിൽ വീണ വിവരം അറിയുന്നത്. വനംവകുപ്പും ഫയർഫോഴ്സും എത്തി വലയിട്ട് പുലിയെ പിടികൂടിയ സന്തോഷത്തിലാണ് നാട്ടുകാർ. വന്യമൃഗമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് കൂട്ടല്ല കേട്ടോ. വളർത്തുമൃഗമൊന്നും അല്ലെങ്കിൽ മാറണ ഇങ്ങോട്ട് മാറ്. ഇവരെ ഇങ്ങോട്ട് മാറ്റ്. ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്ന് മാറ്. പടിഞ്ഞാറോട്ട് മാറ്റ്. ഇവിടെ ഇപ്പൊ തീയിടാൻ പോവാ. അതുകൊണ്ടാ പറഞ്ഞേ. നിങ്ങൾ പടിഞ്ഞാറോട്ട് മാറുന്നു. തീയിടാൻ പോവാ. അവനത് മാറാൻ പറ. അവിടെ കയറിയിരിക്കുന്നേ അയാളടുത്ത് മാറാൻ പറ. എന്തു പറഞ്ഞപ്പോ വീണ്ടും മേളിലോട്ട് കയറാൻ ഒന്ന് ഇറങ്ങി പോടാ. പിടിച്ചാ നിൽക്കുന്നില്ല. നല്ല ആരോഗ്യവാനായ പുലിയാന്നാ പറയുന്നത് കേട്ടാ. ഇത് എങ്ങോട്ട് പോകുമെന്ന് പറയാൻ കഴിയത്തില്ലെന്നേ. അതുകൊണ്ടാ പറഞ്ഞത്. അത് അങ്ങോട്ട് വലിക്കണം. നിങ്ങൾ വലിക്കണം. അവിടെ ഒരാൾ സപ്പോർട്ട് കെട്ടിക്കോ, കുഴപ്പമില്ല. പുലിയെ പിടിച്ചേ. അങ്ങോട്ടല്ലേ പുലിയെ നാടിനെ ഉറപ്പിച്ച പുലി പോന്നേ. ഈ സൈഡിൽ നിന്ന് മാറിക്കണം. അതാ ഒന്ന് സൈഡിൽ നിന്ന് മാറുന്നു. എല്ലാരും അത് നിൽക്കണേ. ആ ഫ്രണ്ട് ചുമക്കുട്ടിയുടെ കയറ് ലൂസാക്ക്. ഇത് കെട്ടിക്കോ. ഡ്രൈവർ കയറിക്കോളാൻ പറ. പുലിയെ രാവിലെയാണ് അറിയുന്നത്. രാത്രിയിലാണ്ട് വീണയായിരിക്കാം. അവര് രാവിലെ വന്ന് വെള്ളം കോരിപ്പോ അവർ അലപ്പ് കേട്ടോണ്ടാണ് ഞങ്ങൾ എണീക്കുന്നത്. ഞങ്ങളെല്ലാം പിള്ളേരെ കൊണ്ട് അവിടെ കഴിയുന്നത്. ഇവിടെ ഇത് മാത്രമല്ല, ഇവിടെ താഴോട്ടെല്ലാം പിള്ളേരുള്ള വീടുകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ആനയെ ഞങ്ങൾ രാവിലെ, ഞങ്ങൾക്ക് ഇവിടെ ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രാവിലെ മലയിലാണ് പോയത്. അപ്പോഴത്തേക്കാണ് അവിടെ ആന ചവിട്ടി ഓടിച്ചൊരു കോലമാക്കിയിട്ടേക്കുന്നത്. ഞാൻ അവിടുന്ന് ഓടിയതാണ്. കാരണം പിന്നെ ഒരു സൗണ്ട് കേട്ടപ്പോഴത്തേനും എന്തുവാണെന്ന് അറിയുന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓടിയതാണ്. ഇവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു ഇവിടെ? സത്യം പറഞ്ഞ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഇവിടുത്തെ 2 പട്ടികളുണ്ടായിരുന്നു. ഈ 2 പട്ടികളെയും പുലി പിടിച്ച്. പൊന്നു സാറേ, നന്നായി പോയി ഇതിനെ കൊണ്ടുപോയത്. കുറഞ്ഞു വിട്ട് ഇരിക്കുവായിരുന്നു. ഇവിടെയുള്ള പട്ടികളെല്ലാം തിന്നു. ഈ വീട്ടിലെ പട്ടിയാണെങ്കിൽ ഇവിടെ കയറി ഇങ്ങനെ പിടിച്ച് എന്തായാലും അന്നേരം ചാടി ചെന്നോണ്ട് ചങ്ങല കിടന്നുകൊണ്ട് കൊണ്ടുപോകാനും പറ്റിയില്ല. ഇല്ലെങ്കിൽ അതിനെ അന്നേരം തിന്നാന്. പുലിയെ കണ്ടു. ഇവിടുന്ന് പിടിച്ച് അപ്പുറത്തോട്ട് കൊണ്ട് വിടരുത്. ആ ഒരു കാര്യം ഞങ്ങൾ അതുകൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. ഇന്നലെ പുലി ആനയും കൂടെ ആയിരുന്നു മേളി ബഹളം. എന്റെ മുമ്പിൽ കൂടെ ചാടി ഇങ്ങോട്ട് വരണം. നമ്മൾ പിന്നെ ആരോടും പറയുന്നില്ല. കണ്ട് പറഞ്ഞാൽ എന്തോ പ്രയോജനം? കുറച്ചേരോട് പറഞ്ഞാൽ എന്തോ പ്രയോജനം? അവര് വന്ന് അതിലൂടെ വന്ന് 2 ബഹളം ഒക്കെ അവരവരെ പാട്ടിന് പോകും.
പിന്നെ ചങ്കരൻ കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞത് പുലി ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഭയങ്കര ഭയമായി പോയി. എന്നാലും പിടിച്ച് കൂട്ടിനകത്ത് കയറ്റി കൊണ്ടുപോയി. ഇനി അവരെ അപ്പുറത്തോട്ട് ഇറക്കി വിടാതിരുന്നാ മതി. ഈ പയ്യൻ തന്നെ ഈ പുലിയെ പിടിച്ച് കൊണ്ടുപോയി അപ്പുറത്തെങ്ങാനും വിട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും ഇവിടെ തന്നെയാ വരത്തുള്ളൂ. ഞങ്ങളിവിടെ ഭയന്നാ ജീവിക്കുന്നത്.